മക്കളെ, നീറ്റ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു അടിപൊളി ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൽക്കീൻ ഈസ് മോസ്റ്റ് എക്സോതെർമിക് ഓൺ കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ? എൻ്റെ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്, അല്ലെ 4 ആൽക്കീൻസ് തന്നിട്ടുണ്ട്. ഏതിലാണ് കാറ്റലിറ്റിക് ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ നടക്കുമ്പോൾ മോർ എനർജി ലിബറേറ്റ് ചെയ്യുന്നത്? നമ്മളൊരു ജനറൽ എക്സാമ്പിൾ ഒരു ആൽക്കീൻ എടുക്കുന്നുണ്ട്, ഒരു C+C, ഒരു നോർമൽ ആൽക്കീൻ, ജനറൽ എക്സാമ്പിളാണ്. ഈ ആൽക്കീനിൽ ഹൈഡ്രജൻ അഡീഷൻ നടത്തി, അപ്പോൾ H2 ആഡ് ചെയ്യുന്നു. H2 ആഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു ഹൈഡ്രജൻ ഈ കാർബണിൻ്റെ മുകളിലും ഒരു ഹൈഡ്രജൻ ഇപ്പുറത്തെ കാർബണിൻ്റെ മുകളിൽ വന്ന് ചേരും. അപ്പോൾ ഇത് സിംഗിൾ ബോണ്ടായി മാറുമല്ലോ. കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്, അതായത് ആൽക്കീൻ കൺവേർട്ടഡ് ഇൻ ടു ആൽക്കെയിൻ. ഈ പ്രോസസ്സിൽ ലിബറേറ്റ് ചെയ്യുന്ന എനർജിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹൈഡ്രോജനേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. ഈ ഹൈഡ്രോജനേഷൻ എനർജി എക്സോതെർമിക് ആണ്. ΔH വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പോൾ ഏതിലാണ് മോർ എനർജി ലിബറേറ്റ് ചെയ്യുക? ഈ പ്രോസസ്സ് ഫാസ്റ്റായി നടന്നാൽ മോർ എനർജി ലിബറേറ്റ് ചെയ്യും. ഹൈഡ്രജൻ ഈസി ആയിട്ട് ആൽക്കീനിലേക്ക് ആഡ് ചെയ്താൽ, അങ്ങനെ ആഡ് ചെയ്യണമെങ്കിൽ ആ എടുക്കുന്ന ആൽക്കീൻ അൺസ്റ്റേബിൾ ആൽക്കീൻ ആയിരിക്കണം. ഒരു അൺസ്റ്റേബിൾ ആൽക്കീനിൽ ഈസിയായി ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ നടക്കും, മോർ എനർജി വിൽ ബി ലിബറേറ്റഡ്. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ ഏതാണ് അൺസ്റ്റേബിൾ ആൽക്കീൻ? നമ്മളെങ്ങനെയാണ് സ്റ്റേബിൾ ആൻഡ് അൺസ്റ്റേബിൾ ആൽക്കീനെ ഐഡൻറ്റിഫൈ ചെയ്യുക? മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ ഈസ് മോർ സ്റ്റേബിൾ എന്ന് നമ്മൾ സെയ്റ്റ്സ് ഓഫ് റൂളിൽ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക. ഫസ്റ്റ് ഓപ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ, ഫസ്റ്റ് ഓപ്ഷനിൽ എത്ര സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്? ആ ഒരു സൈക്ലോഹെക്സീൻ റിങ്ങിനകത്ത് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കാണാം, ഒരെണ്ണം ഇവിടെ കാണാം, ഒന്ന് ഇവിടെ കാണാം. അത് 3 സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആണ്. നെക്സ്റ്റ് വൺ നോക്കിയേ, അതിൽ 2 സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അല്ലേ? അടുത്തതിൽ നോക്കിയാലോ, അതിലെ ഡബിൾ ബോണ്ട് റിങ്ങിൻ്റെ പുറത്താണ് കാണുന്നത്. ഓക്കെ, അതിലാകെ ഒരു 1 സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് കോമ്പൗണ്ട് നോക്കിയാലോ, അതിലും 1, 2, 3 സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് കാണാം. അപ്പോൾ ഏതാണ് ലീസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിരിക്കുന്നത്? ഓപ്ഷൻ 3 ആണ്. അപ്പോൾ ഓപ്ഷൻ 3 ഈസി ആയിട്ട് ഹൈഡ്രോജനേഷൻ റിയാക്ഷൻ നടക്കും, അതായിരിക്കും മോർ എനർജി വിൽ ബി ലിബറേറ്റഡ്. സോ ദാറ്റ് ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. ഓക്കെ, ബി ദ പ്രോബ്ലം സോൾവർ.